ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. മാജിക് പി എസ് സിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം, ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് കാൽക്കുലസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, ഡിഫറൻഷിയേഷനും ആൻഡ് ഇൻറ്റഗ്രേഷനും. അപ്പോൾ ഡിഫറൻഷിയേഷനിൽ നിങ്ങൾക്ക് 3 ടോപ്പിക്കുകളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിഫറൻഷിയേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ്സ്. ഒരു ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷിയേഷൻ. രണ്ടാമത്തതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ദെൻ തേർഡ് വൺ ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്. ഈ 3 പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻറ്റിന് 15 മാർക്ക് പ്രീവിയസ് ഇയറിൽ ചോദിക്കാറുണ്ടെങ്കിൽ സെയിം ഈ 3 കോൺസെപ്റ്റുകളിൽ നിന്നും നിങ്ങൾക്ക് 15 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ ഡിഫറൻഷിയേഷൻ, കണ്ടിന്യൂറ്റി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ചാപ്റ്ററിന്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേഷൻ പഠിക്കുക എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ബേസിക് ആയിട്ട് യു നീഡ് സം ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കുറച്ച് റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ബേസിക് റിസൾട്ടുകൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കുറച്ച് റിസൾട്ടുകളാണ്. ഡെറിവേറ്റീവ്സ് ഓഫ് സം ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ്, അതിൽ വരുന്ന ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് അല്ലേ, ഡെറിവേറ്റീവ്സ് ഓഫ് d/dx ഓഫ് സൈൻ എക്സ്. നിങ്ങൾക്കറിയാം ദാറ്റ് ഈസ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, കോസ് എക്സ് ആണ് അല്ലേ. ഇനി നോക്കുക, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മക്കളെ എന്താണ് വരിക, ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, സൈൻ കഴിഞ്ഞു, കോസ് കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കുന്നത് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. ടാൻ എക്സിൻ്റെ ദാറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, ഇനി ടാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ദാറ്റ് ഈസ് കോട്ടെക്സ് ആണ്. കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താടാ, ദാറ്റ് ഈസ് കൊസീക്ക് സ്ക്വയർ എക്സ് ആണ്. ബട്ട് അവിടെ എന്തുണ്ടാവും, ദർ ഈസ് എ മൈനസ് സൈൻ. റെഡി ആണല്ലോ. ഇനി നോക്കടാ, സൈന്, കോസ്, ടാന്, കോട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ദെൻ ദ ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ്. കൊസീക്ക് എക്സിൻ്റെത് ദാറ്റ് ഈസ് മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ടെക്സ്. ഓക്കെ, ഈ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾ അറിയാത്തവരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ റിസൾട്ടുകൾ. നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റിസൾട്ടുകൾ നിങ്ങൾ എഴുതി പഠിച്ചിരിക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ സൈൻ എക്സിൻ്റെ കോസ്, കോസിൻ്റെത് മൈനസ് സൈൻ എക്സ്, ടാൻ എക്സിൻ്റെത് സീക്ക് സ്ക്വയർ എക്സ്, കോട്ട് എക്സിൻ്റെത് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്, സീക്ക് എക്സിൻ്റെ സീക്ക് എക്സ് ടാൻ എക്സ്, കൊസീക്ക് എക്സിൻ്റെത് കൊസീക്ക് എക്സിൻ്റെ കോട്ട് എക്സ്. ഈ കംപ്ലീറ്റ് എന്താണ്, അൾട്ടർനേറ്റീവ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നെഗറ്റീവ് സൈൻ. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. റെഡി ആണല്ലോ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇനി നിങ്ങൾക്ക് അറിയാവുന്ന റിസൾട്ടാണ് നോക്കുക. സേ ദറ്റ് ഈസ് ഡെറിവേറ്റീവ്സോ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഡെറിവേറ്റീവ്സ് ഓഫ് കോൺസ്റ്റൻറ്റുകൾ നിങ്ങൾക്കറിയാം അതെന്താണ്, ദാറ്റ് ഈസ് 0 ആണ്. ബട്ട് ഞാനത് എഴുതുന്നില്ല. എക്സ് റീസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റീസ് ടു n-1 ആണ്. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ്, 2x ആണ്. ദിസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, 2x ആണ്. ബട്ട് എനിക്ക് വേണ്ടത് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവാണ്. എന്താണ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ്? ഇത് ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാൻ ആവശ്യമുള്ളതാണ് അല്ലേ. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ് റീസ് ടു 1/2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്, 1/2 റൂട്ട് എക്സ് ആണ്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട റിസൾട്ടാണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/2 റൂട്ട് എക്സ്. ഓക്കെ, ഇനി അതേപോലെ ചോദിക്കുന്നതാണ് 1/√x എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും. ഓക്കെ, 1/√x ഡെറിവേറ്റീവ് എന്താണെന്നുള്ളത്. എന്താണ് 1/√x? അത് നിങ്ങൾക്ക് എഴുതാം -1/2 ഇൻറ്റു എക്സ് റൂട്ട് എക്സ്. ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, 1/√x വരിക. ബിക്കോസ് 1/√x എന്ന് പറഞ്ഞാൽ എക്സ് റീസ് ടു -1/2 ആണ്. സോ നിങ്ങൾ എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -1/2 ഇൻറ്റു എക്സ് റീസ് ടു -3/2 വരും. അതാണ് -1/2 എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറയുന്ന റിസൾട്ട്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തതാണ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമുള്ള റിസൾട്ടുകൾ മാത്രമാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് റിസൾട്ടുകളല്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമുള്ള റിസൾട്ടുകൾ മാത്രം. ഓക്കെ, സോ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, നമുക്കറിയാം 1/x ആണ്. ഇ റീസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റീസ് ടു എക്സ്. ഇത്രയും ഇമ്പോർട്ടൻറ്റ് റിസൾട്ടുകൾ നിങ്ങൾക്ക് വേണം. ഇനി നിങ്ങൾക്ക് വേണ്ടി വരുന്നത് വെച്ചാൽ സൈൻ ഇൻവേഴ്സ്, അതേപോലെ ടാൻ ഇൻവേഴ്സ്, ഇതിൻ്റെ റിസൾട്ടുകൾ അല്ലേ. d/dx ഓഫ് ഡെറിവേറ്റീവ്സോ d/dx ഓഫ് സൈൻ ഇൻവേഴ്സ്
സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 1/√(1 - x²). 1/√(1 - x²). കോസ് വരുമ്പോൾ എന്തോ -1/√(1 - x²). ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ റിസൾട്ട് ആണ്. ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് 1/1 + x². ഇതാണ് ടാൻ ഇൻവേഴ്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? -1/1 + x². അതാണ് റിസൾട്ട് വരിക. ഓക്കെ, ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ഓർത്ത് വെക്കുക, സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ റിസൾട്ട് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ബേസിക് ഈ രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. സീക്ക് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1/x √(x² - 1) അല്ലേ? 1/x √(x² - 1). ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ട് റിസൾട്ടുകളൂടെ നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അതായത് രണ്ട് ഫംഗ്ഷനുകൾ f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും g(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും രണ്ടും കൂടി മൾട്ടിപ്പിൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കും. അതിനെയാണ് നമ്മൾ പറയുന്ന പ്രോഡക്റ്റ് റൂൾ എന്ന് പറയും. അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടാവും. അതായത് f(x) × g(x). രണ്ട് ഫങ്ഷൻസ് മൾട്ടിപ്പിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡെറിവേറ്റീവ് ബൈ f' of x × g(x) പ്ലസ് g' of x × f(x). അപ്പോൾ ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് f' എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ്സിനെ നമുക്ക് ഒരുപാട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് dy/dx എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡെറിവേറ്റീവ് ആണ്. y1 എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ആണ് അല്ലേ? അതേപോലെ y1 y2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. y1 എന്ന് പറയുന്ന ഡെറിവേറ്റീവ്. അതേപോലെ y' എന്ന് പറയും. ഇനി അതല്ലെങ്കിൽ f' of x. ഇതൊക്കെ എന്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്? ഡെറിവേറ്റീവ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ. അത് ഓർത്ത് വെക്കണം. ഓക്കെ, സോ അതൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ dy/dx, ഫൈൻഡ് y1 അല്ലെങ്കിൽ y' ഓർ f' of x ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് മീൻസ് ഡിഫറൻഷിയേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക, സി ഇതാണ് എന്ത് f(x × g(x). ഒരു ഫംഗ്ഷൻ ഉണ്ട്, അനദർ ഫംഗ്ഷൻ മൾട്ടിപ്പിൾ ആയിട്ട് വന്നാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ് f' of x × g(x) പ്ലസ് g' of x × f(x). ഓക്കെ, അതേപോലെ ഒരൊറ്റ റിസൾട്ട് കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക, f(x) / g(x). ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഷ്യൻ്റ് റൂൾ എന്ന് പറയും അല്ലേ? കോഷ്യൻ്റ് റൂൾ. ഇതുകൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. സിമിലർ ടു ദിസ് വൺ, f' of x × g(x) മൈനസ് g' of x × എന്താണ് f(x) ഓൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിനെ g(x) ഓൾ സ്ക്വയർ. ഇത്രയും റിസൾട്ടുകൾ. ഇതാണ് g(x) ഓൾ സ്ക്വയർ. ഇവിടെ g' of x ഇല്ല, g(x) ഓൾ സ്ക്വയർ. ഇത്രയും റിസൾട്ടുകളാണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളത്. ഈ റിസൾട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻസുകൾ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഈ ഇക്വേഷനുകൾ നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കണം. ദെൻ ഓൺലി വി ക്യാൻ സിംപ്ലി മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത ബേസിക് റിസൾട്ടുകൾ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസുകൾ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നോക്കുക, നിങ്ങൾ 6 ബേസിക് റിസൾട്ടുകളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഈ 6 മെത്തേഡ്സിലൂടെ മാത്രമേ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. ഈ 6 മെത്തേഡ്സുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് യു ക്യാൻ സോൾവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 6 മെത്തേഡുകൾ ഏതാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് എല്ലാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഈ 6 ടൈപ്പിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 6 ടൈപ്പ് ഏതാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കാം. ഒന്ന് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഈ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, സൈൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്, x² എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷനാണ്. സൈൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ, അതായത് x² കയറി വന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ അല്ലെ? രണ്ട് ഫംഗ്ഷന് കോമ്പോസിറ്റ് ചെയ്ത് f(g(x) എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ. ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് കാണാൻ ആദ്യം പുറത്തുള്ള ആൾ നമ്മൾ എന്ത് ചെയ്യും, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഉള്ളിലുള്ളതിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ കണ്ടുപിടിക്കും. ഇത് നിങ്ങൾ ഒരുപാട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താ, കോസ് എക്സ് ആണ്. ബട്ട് നമ്മുടെ കയ്യിൽ എക്സ് അല്ല ഉള്ളത്, എന്താണോ ഉള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു. ഇനി നമുക്ക് ആരത്, ഇതിൻ്റെ ഉള്ളിലുള്ളതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഓക്കെ, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയാം, ദാറ്റ് ഈസ് എന്താടാ 2x. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. ചിലപ്പോൾ 1 2 3 4 ഫംഗ്ഷൻസ് വരെ കോമ്പോസിറ്റ് ചെയ്ത് വരാം. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ത് ചെയ്തു, അങ്ങ് നീണ്ടുപോകും. ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരാം. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. സോ ഇംപ്ലിസിറ്റ് ഫംഗ്ഷന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നമ്മൾ നോക്ക് y ഈസ് ഈക്വൽ ടു സെപ്പറേറ്റ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു കേസിൽ നിങ്ങൾക്ക് y ഈസ് ഈക്വൽ ടു ഫോമിൽ എഴുതാൻ പറ്റുമോ, y ഈസ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് സൈൻ വൈ അങ്ങോട്ട് മാറ്റും. പക്ഷേ ഒരു y അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡ്സുകൾ നമ്മൾ ചെയ്യുന്നതാണ് ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ്. ത്രൂ ഔട്ട് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി ടേംസിന് എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും, ഈ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും, ഈ ടേമിനെ എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യും. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് വരിക എന്ന് വെച്ചാൽ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് അല്ലേ, വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ്. സൈൻ വൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ, ദാറ്റ് ഈസ് കോസ് വൈ ആണ് ഇൻറ്റു ആര് വരിക, ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, ഈസ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡി വൈ ബൈ ഡി എക്സ് ഇവിടുന്ന് കോമൺ എടുക്കാം. അതായത് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് 1 പ്ലസ് കോസ് വൈ എന്ന് പറയുന്നത് എന്താണ്, മൈനസ് സൈൻ എക്സ്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സ്. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിനെ സോൾവ് ചെയ്യുക. അപ്പോൾ ഓർത്ത് വെക്കുക, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വൈകൾ എന്ത് ചെയ്യുക, എക്സും വൈകളും ക്ലബ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് യൂസ് ചെയ്യണം, ത്രൂ ഔട്ട് ഡിഫറൻഷിയേഷൻ യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസാണ്. ഇതാണ് തേർഡ് കേസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ്, പാരാമെട്രിക് ഫോം അല്ലേ. എന്താണ് പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾ നോക്ക്, നിങ്ങളെ y എന്ന് പറഞ്ഞാൽ ഒരു a സൈൻ തീറ്റ തന്നിട്ടുണ്ട്, എക്സ് എന്ന് പറഞ്ഞത് എന്താണ്, ബി കോസ് തീറ്റ. y ഒരു ഫംഗ്ഷനും എക്സ് വേറൊരു ഫംഗ്ഷനായിട്ട് തന്നു. ബട്ട് ആ രണ്ട് ഫംഗ്ഷനും കോമൺ ആയിട്ടൊരു പാരാമീറ്റർ ഉണ്ട്. അതായത് തീറ്റ എന്ന് പറയുന്ന ഒരു പാരാമീറ്ററുമായിട്ട് എന്താണ്, കണക്റ്റഡ് ആണ്. അങ്ങനെയുള്ള ഫംഗ്ഷൻസ് നമ്മൾ പറയുന്ന പേരാണെന്ത്, പാരാമെട്രിക് ഫോം. ഇവിടെ നിങ്ങൾ ഡി വൈ ബൈ ഡി എക്സ് ഇതിൽ കാണാൻ പോയാൽ ഇവിടെ നമ്മൾ വേരിയബിൾ എന്തല്ല, എക്സ് അല്ല. അപ്പോൾ അവിടെ നിങ്ങൾ കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഫംഗ്ഷൻ, ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് നമ്മൾ ചെയ്യുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം, ദാറ്റ് ഈസ് എന്താണ്, ഡി വൈ ബൈ നമ്മൾ ഏതിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും, ഏതാണോ വേരിയബിൾ, ഡി തീറ്റയിലാണ് ഡി തീറ്റയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇനി ടി ആണെങ്കിൽ ടിയിൽ എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ എന്താണ്, ഡി എക്സ് ബൈ ഡി തീറ്റ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. ഈ രീതിയിലാണ് നമ്മളിത് സോൾവ് ചെയ്യാറുള്ളത്. എ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, എ കോസ് തീറ്റയാണ് അല്ലടാ. സോ എ സൈൻ തീറ്റ എ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ബി കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്, ദാറ്റ് ഈസ് ബി ഇൻറ്റു മൈനസ് സൈൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും മൈനസ് എ ബൈ ബി കോഡ് തീറ്റ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, പാരാമെട്രിക്കിൻ്റെ ഡിഫറൻഷിയേഷൻ നമ്മൾ ചെയ്യാം. ഇനി ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ റിസൾട്ടുകൾ നമ്മൾ നേരത്തെ 3 ബേസിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ റിസൾട്ടുകൾ അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും ഇവിടെ വരിക. സോ ഇനി അതേപോലെ തന്നെ നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഇതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ആ കേസുകളിൽ നമ്മൾ ചെയ്യാറെന്തായിരുന്നു, ഇവിടെയൊക്കെ എക്സിന് നമ്മൾ എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതാണ് ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. നാലാമത്തെ മെത്തേഡ്, ഫസ്റ്റ് വൺ ഈസ് കോമ്പോസിറ്റ്, ഇംപ്ലിസിറ്റ്, പാരാമെട്രിക് ആൻഡ് ഇൻവേഴ്സ്. ഇനി 2 മെത്തേഡ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ലോഗരിത്മിക് ഡിഫറൻഷിയേഷൻ, അതായത് ലോഗ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഡിഫറൻഷിയേഷൻ. അതെവിടെയാണ് വരിക, ലോഗ് യൂസ് ചെയ്തുകൊണ്ട്
നോക്കുക, നിങ്ങൾ എക്സ് റീസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാം, എൻ എക്സ് റീസ് ടു n-1 ആണ്. എ റീസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയോ? ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഫംഗ്ഷനുകൾ ഇവിടെ നിങ്ങൾ നോക്കുക വെച്ചാൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനുകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് എയുടെ റീസ് ടു എക്സ് അല്ലെങ്കിൽ എക്സ് റീസ് ടു എക്സ്, വൈ റീസ് ടു എക്സ്, ഈ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ലോഗ് യൂസ് ചെയ്യണം. ലോഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കുക, ഇവിടെ നിങ്ങൾ ഇഫ് യു ടേക്ക് ദ ലോഗ് ഓൺ ബോത്ത് സൈഡ്, എന്താ ലോഗ് വൈ ഈസ് ഈക്വൽ ടു, രണ്ട് സൈഡിലും ലോഗ് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഇതെന്താ ലോഗ് ഓഫ് എ റീസ് ടു എക്സ്. അതിനൊരു റിസൾട്ട് ഉണ്ട്, എക്സ് ഇൻറ്റു ലോഗ് എ അല്ലേ. ലോഗ് എം റീസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ലോഗ് എം ആണ്. ആ റിസൾട്ടുകൾ ഞാൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എക്സ് ഇൻറ്റു ലോഗ് എ എന്ന് ഇതിനെ എഴുതാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി 1/y അല്ലേ. പാരാമെട്രിക്കിൽ നമ്മൾ ചെയ്തപ്പോൾ ഇംപ്ലിസിറ്റ് നമ്മൾ ചെയ്ത പോലെ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ 1/y ഇൻറ്റു dy/dx, 1/y ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു, ഇത് നമ്മൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റ് റൂളിൻ്റെ ആവശ്യമില്ല. ലോഗ് എ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ലോഗ് എ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാം. ലോഗ് എ ഇൻറ്റു ഡെറിവേറ്റീവ് എന്താ? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇവിടെ പ്രോഡക്റ്റ് റൂളിൻ്റെ ആവശ്യമില്ല. ലോഗ് എ ഇൻറ്റു എന്താ വരിക? ദാറ്റ് ഈസ് 1. ഓക്കെ, അപ്പോൾ dy/dx നിങ്ങൾക്ക് എന്ത് കിട്ടും? dy/dx ഈസ് ഈക്വൽ ടു y ഇൻറ്റു ലോഗ് എ, y ഇൻറ്റു ലോഗ് എ എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. അതായത് y എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ എന്തായിരുന്നു? എ റീസ് ടു എക്സ് ആണ്. എ റീസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. ഈ രീതിയിലാണ് നിങ്ങൾ ലോഗ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അത് എവിടെയാണ് യൂസ് ചെയ്യുക? ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ്, ഒരു എക്സിൻ്റെ മുകളിൽ വൈ, എക്സ് റീസ് ടു വൈ, അതേപോലെ വൈ റീസ് ടു എക്സ്, ഈ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാം. അതിന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട റിസൾട്ട് ഇത്രയേ ഉള്ളൂ. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x. അപ്പോൾ ലോഗ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ 1/y ഉണ്ട് എന്ത് ചെയ്യും? dy/dx വരും. അതേ പ്രോസസ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. നമുക്ക് വലിയ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ദെൻ ലാസ്റ്റ് വണ്, ആറാമത്തെ കേസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇതും ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഒരുപാട് ഇതിൽ ചോദിക്കാറുള്ളത്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ക്വസ്റ്റ്യൻസ് ഷോ ദാറ്റ് അല്ലെ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിലൊന്നുമില്ല. y1 എന്ന് പറഞ്ഞാൽ എന്താണ്? y1 ദാറ്റ് ഈസ് dy/dx ആണ്. dy/dx നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. dy/dx ഈസ് ഈക്വൽ ടു y1 എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണോ? എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² പ്ലസ് 2xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2. ഒരിക്കൽ കൂടി ഇതിനെ ഡെറിവേറ്റീവ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അതായത് d²y/dx². എഗെയിൻ യു ആർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു ആരുടെ? dy/dxയുടെ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ പറയാം, y2 എന്ന് പറയാം, അല്ലെങ്കിൽ y', y', ഈ രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യും. ഇതിനെ എഗെയിൻ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് 3x² ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ദാറ്റ് ഈസ് 6x പ്ലസ് ആരെങ്കിലും ഉണ്ടോ? 2ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. സോ യുവർ ആൻസർ വിൽ ബി 6x. അപ്പോൾ ഈ 6 മെത്തേഡ്സുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ബേസിക് റിസുകൾ, അതായത് ഡിഫറൻഷിയേഷൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു കൺസെപ്റ്റുകൾ നമുക്ക് വെച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. 2019, 18, 17 ചോദിച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടുകൾ നിങ്ങൾ മനസ്സിലുണ്ടാവുക. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കുക, ഫൈൻഡ് dy/dx ഓഫ് ഫോളോയിങ് അല്ലേ. 3 കേസുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ dy/dx ഡെറിവേറ്റീവ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് 2019 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇതിൽ. നിങ്ങൾ നോക്കുക, 3 ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത 6 കൺസെപ്റ്റുകൾ 3 കൺസെപ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏതാണെന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സിംപ്ലി ഗെറ്റ് ദ ആൻസർ. അപ്പോൾ നോക്ക്, ഫസ്റ്റത്തെ കേസ് എന്താ? sin² x പ്ലസ് cos² y = 1. ഇവിടെ നിങ്ങൾ ഏത് യൂസ് ചെയ്തിട്ട് ചെയ്യും dy/dx കണ്ടുപിടിക്കാൻ? നോക്കുക, നിങ്ങൾ y സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അത് ഏത് ചെയ്യാം? ദാറ്റ് ഈസ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ റിസൾട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുക, ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ ഈച്ച് ആൻഡ് എവറി ടേംസ്, ഓരോ ടേംസിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് sin² x, cos² y ആൻഡ് 1 അല്ലേ. sin² x ഡെറിവേറ്റീവ് എന്താ? sin x cos x ആണ്. ബട്ട് sin² x എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഒരു സ്ക്വയർ ഫംഗ്ഷൻ അവിടെ കോമ്പോസിറ്റ് ചെയ്ത് വന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താടാ? ദാറ്റ് ഈസ് 2 sin x അല്ലേ. sin² x 2 sin x ഇൻറ്റു
സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ദാറ്റ് ഈസ് കോസ് എക്സ് പ്ലസ്, ഇനി നോക്കുക കോസ് സ്ക്വയർ വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 cos y ആണ്. 2 cos y ഇൻറ്റു കോസ് വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരണം? മൈനസ് സൈൻ വൈ. അവിടെ നിർത്താൻ പറ്റില്ല, യു ഹാവ് ടു ഡു ദ ഡി വൈ ബൈ ഡി എക്സ്, വൈയുടെ ഡെറിവേറ്റീവിലെ ദെൻ 2 കഴിഞ്ഞ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു, കോസിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, ദെൻ വൈയുടെ ഡെറിവേറ്റീവ് എന്താ? ഡി വൈ ബൈ ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താടാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1ന്റെ ഡെറിവേറ്റീവ്, that will be 0. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നോക്കുക, സി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. ദാറ്റ് ഈസ് 2 sin എക്സ്, ഞാൻ ഈ ഒരു കേസ് ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ എഴുതാണ്. ദാറ്റ് മീൻസ് 2 cos y sin y dy by dx. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതിന് ഈക്വൽ ആയിരിക്കും? 2 sin x ഇൻറ്റു എന്താണ്? കോസ് എക്സ്. റെഡി ആണല്ലോ? സോ നെഗറ്റീവ് സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയി പോയി. ഓക്കെ, ദെൻ അപ്പോൾ എന്ത് ചെയ്യുക? ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 sin x cos x ഡിവൈഡഡ് ബൈ 2 cos y sin y. ക്ലിയർ ആണോ? സോ യുവർ ആൻസർ വിൽ ബി 2 sin x cos x എന്ന് പറഞ്ഞാൽ എന്താണോ? ദാറ്റ് ഈസ് ഈക്വൽ ടു sin 2 θ ആണ്. സോ യു ക്യാൻ റൈറ്റ് sin 2x ഡിവൈഡ് ബൈ 2 cos y sin y എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് sin 2y. സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചു? ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. y ഈസ് ഈക്വൽ ടു എക്സ് റീസ് ടു എക്സ്. ഈ ഒരു ക്വസ്റ്റ്യന് ഏത് ടൈപ്പാണ്, നമ്മൾ പഠിച്ച 6 ടൈപ്പിൽ ഏതാണ് വരിക? നമ്മൾ നോക്കുക, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ? യു ഹാവ് ടു ടേക്ക് ദ ലോഗ് അല്ലേ? നമ്മൾ ബോത്ത് സൈഡിൽ ഓർക്കുന്നുണ്ടാവാം, 2 സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ലോഗ് എടുക്കും. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ബി പാർട്ട് എന്ന് പറയുന്നത് ലോഗ് വൈ ഈസ് ഈക്വൽ ടു, വി ക്യാൻ ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്, ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് റീസ് ടു എക്സ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ലോഗ് വൈ ഈസ് ഈക്വൽ ടു യു ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതാം. എന്തുകൊണ്ട്? ദാറ്റ് മീൻസ് നിങ്ങൾക്കറിയാം ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ലോഗ് ഓഫ് എം റീസ് ടു എൻ എന്ന് പറയുന്നത്. യു ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് എൻ ഇൻറ്റു ലോഗ് എം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് വർക്കൗട്ട് ചെയ്തത്. സോ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്. 2 സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ, പറടാ, ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? 1 ബൈ വൈ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താടാ? ഡി വൈ ബൈ ഡി എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ എടുക്കാം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്, ദിസ് ഈസ് ഒരു ഫംഗ്ഷനാണ്. ലോഗ് എക്സ് എന്ന് പറയുന്നത് വേറൊരു ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു യൂസ് ദ പ്രോഡക്റ്റ് റൂൾ അല്ലേ? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണെങ്കിൽ യു ഹാവ് ടു യൂസ് പ്രോഡക്റ്റ് റൂൾ. എന്തായിരുന്നു പ്രോഡക്റ്റ് റൂൾ? എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ നിങ്ങൾ പറയാം, ഫസ്റ്റത്തെ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക? 1 ഇൻറ്റു ലോഗ് എക്സ്. ഓക്കെ, പ്ലസ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ദാറ്റ് ഈസ് 1 ബൈ എക്സ് ഇൻറ്റു ദിസ് വൺ, ദാറ്റ് ഈസ് എക്സ്. നിങ്ങൾക്ക് എക്സ് ക്യാൻസൽ ചെയ്യാം, യു ക്യാൻ ക്യാൻസൽ ദിസ് ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഈ വൈനെ പിടിച്ചിട്ട് അങ്ങോട്ട് ചാടിക്കിടാം. ദാറ്റ് ഈസ് വൈ ഓഫ്, ഇവിടെ ആരൊക്കെ ബാക്കിയുണ്ട്? എക്സ് ക്യാൻസൽ ആയാൽ 1 പ്ലസ് ലോഗ് എക്സ് ബാക്കി ഉണ്ടാവും. 1 പ്ലസ് ലോഗ് എക്സ്. ഇതാണ് നിങ്ങളുടെ റിസൾട്ട്. അതായത് വൈ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്കറിയാം എന്താണ്? ദാറ്റ് ഈസ് എക്സ് റീസ് ടു എക്സ്. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ദിസ് ഈസ് എക്സ് റീസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്, എക്സ് റീസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്, എക്സ് റീസ് ടു എക്സ് പ്ലസ് എക്സ് റീസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ്. സോ ഇതാണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇതാണ് ബി പാർട്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സി പാർട്ടിലേക്ക് കിടക്കാം. സി എന്ന് പറയുന്നത് നോക്കുക, വൈ ഈസ് ഈക്വൽ ടു എ ഓഫ് 1 പ്ലസ് കോസ് ടി, എക്സ് ഈസ് ഈക്വൽ ടു എ ഓഫ് ടി മൈനസ് സൈൻ ടി. ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഏതിന്റെ എക്സാമ്പിൾ ആയിരുന്നു? നമ്മൾ നാലാമത് ഡിസ്കസ് ചെയ്ത പാരാമെട്രിക് ഫംഗ്ഷൻസ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ഓക്കെ, സോ അതായത് എക്സ് ആൻഡ് വൈ ടി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? ഇന്റർലിങ്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് പാരാമെട്രിക് ഡിഫറൻഷിയേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതായത് സി എന്ന് പറയുന്നത് നോക്കുക, യു വിൽ ഗെറ്റ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണോ? ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി തീറ്റ അല്ല, ഇവിടെ ആരാണ് പാരാമീറ്റർ? ടി ആണ്. സോ ഡി വൈ ബൈ ഡി ടി dy by dt ഡിവൈഡ് ബൈ എന്ത് വരടാ? dx by
ഡി ടി. ഇതാണ് പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ഡി വൈ ബൈ ഡി ടി ആൻഡ് ഡി എക്സ് ബൈ ഡി ടി. അത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. അതായത് നോക്കുക, സി ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡെറിവേറ്റീവ് ഓഫ് വൈ ആരാ എ പ്ലസ് എ കോസ് ടി. ഓക്കെ, എ പ്ലസ് എ കോസ് ടിയുടെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് എയുടെ ഡെറിവേറ്റീവ് എന്താണ് 0 പ്ലസ് എന്ത് വരും എ കോസ് ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു മൈനസ് സൈൻ ടി ആണ്. സോ യു വിൽ ഗെറ്റ് മൈനസ് എ സൈൻ ടി. കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി. സോ മൈനസ് എ സൈൻ ടി കിട്ടും. ദെൻ ഡി എക്സ് ബൈ ഡി ടി എന്താ, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ആര് ഈ ഒരു ഫംഗ്ഷന്, അതായത് എ ടി മൈനസ് എ സൈൻ ടി. ഇവിടെ കോൺസ്റ്റന്റ് അല്ല, എ ടി ഒരു വേരിയബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, എ ടിയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് എ മൈനസ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാം എന്താണ് കോസ് ടി. എ മൈനസ് എ കോസ് ടി എന്ന് വരും. സോ ദിസ് ഈസ് ഡി എക്സ് ബൈ ഡി ടി. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി ടി ദാറ്റ് ഈസ് എന്താടാ മൈനസ് എ സൈൻ ടി ഡിവൈഡ് ബൈ മൈനസ് എ സൈൻ ടി ഡിവൈഡ് ബൈ എ. ഞാൻ അവിടെ നിന്ന് കോമൺ എടുക്കട്ടെ. എ മൈനസ് എ കോസ് ടിയിൽ എ കോമൺ എടുത്തു കഴിഞ്ഞാൽ എ ഓഫ് 1 മൈനസ് എന്ത് വരിടാ കോസ് ടി. ഓക്കെ, യു ക്യാൻ ക്യാൻസൽ എ ഹിയർ. ഇനി ഇത് റിസൾട്ട് ആയോ, കംപ്ലീറ്റ് റിസൾട്ട് ആയോ? ഓക്കെ, സോ എന്താ കിട്ടിയ സൈൻ ടി ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് ടി. ഈ റിസൾട്ടിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റെഡ്യൂസ് ചെയ്യാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞ റിസൾട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് 2 സൈൻ ടി ബൈ 2 കോസ് ടി ബൈ 2 അല്ലേ. സിമിലർലി കോസ് 2 തീറ്റയ്ക്കും ഡബിൾ ആംഗിൾ ഫോമിലുണ്ട്. അപ്പോൾ 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് 2 സൈൻ സ്ക്വയർ തീറ്റ ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എന്താണ് വരിക സൈൻ സ്ക്വയർ ടി ബൈ 2. ഏതാണോ ആംഗിൾ അതിൻ്റെ പകുതി. ഓക്കെ, സൈൻ ടി ആയപ്പോൾ അതിൻ്റെ ആംഗിൾ നമ്മൾ എന്ത് ചെയ്തു ടി ബൈ 2 എഴുതി. 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ 1 മൈനസ് കോസ് ടി എന്ന് പറയുന്നത് എന്താണ് 2 സൈൻ സ്ക്വയർ ടി ബൈ 2. ക്ലിയർ? അപ്പോൾ യു ക്യാൻ കട്ട് ടി ക്യാൻസലായി. ഇനി അതേപോലെ സൈൻ ടി ബൈ 2 അതേപോലെ ഒരു സ്ക്വയർ സൈൻ സ്ക്വയർ ടി ബൈ 2 പോയി. അപ്പോൾ ബാക്കി ആര് വരിക കോസ് ടി ബൈ 2 ഡിവൈഡ് ബൈ സൈൻ ടി ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് കോട്ട് ടി ബൈ 2. സോ ദിസ് ഈസ് യുവർ ഫൈനൽ ആൻസർ. അപ്പോൾ റെഡി ആണല്ലോ, 3 ക്വസ്റ്റ്യന് 6 മാർക്ക്. ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം.